ആഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രി എക്സ്പോ കണ്ടു നടക്കുകയാണ് ഞാൻ. തീർച്ചയായും ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ വാർത്തകളിലൊക്കെ നൽകിയതുപോലെ ഒട്ടേറെ മെഷീൻസ് ഒരു പുതിയ ഓൺട്രപ്രണർക്ക് ഒരു സംരംഭം എങ്ങനെ തുടങ്ങാം എന്നതിനെക്കുറിച്ചുള്ള എല്ലാ വിശദ വിവരങ്ങളും ഇവിടെ പങ്കുവെക്കുന്നു. നമുക്ക് കാണാം സൈഡിലായി വലിയ മെഷീനറികളുണ്ട്. ചെറുകിട ഇടത്തരം സംരംഭകർക്ക് വേണ്ട അനുയോജ്യമായ ഒരു സംരംഭം തിരഞ്ഞെടുക്കാനുള്ള അവസരം, ഒരു മെഷീനറി തിരഞ്ഞെടുക്കാനുള്ള അവസരം എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത്, ഈ ഒരു ഇൻഡസ്ട്രി എക്സ്പോയുടെ വളരെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ ബോർഡിലേക്ക് പോയാൽ കാണാൻ കഴിയും, ലീഡിങ് ടു വെൽത്ത്, നിങ്ങളെ സമ്പത്തിലേക്ക് നയിക്കുന്ന ഒരു സ്ഥാപനം, ഒരു പ്രസ്ഥാനം, അതാണ് ഇവിടെ സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായും അത് മൈഫിൻ TV തന്നെയാണ്, ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ ന്യൂസ് ചാനൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്, അറിയാൻ പോകുന്നത്. ഇവിടെ പ്രവീണുണ്ട്, അരുണുണ്ട്, ജാസ്മിൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവരെ വിശദമായി പരിചയപ്പെടാം. ഒപ്പം നമ്മുടെ എന്താണ് മൈഫിൻ TVയുടെ ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുക, ഈ ഒരു ഇൻഡസ്ട്രി എക്സ്പോയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് മൈഫിൻ TV വിസിറ്റേഴ്സിന് പങ്കുവെക്കുക, ഒരു പുതിയ ഓൺട്രപ്രണർക്ക് എങ്ങനെ ബിസിനസ്സുമായി കണക്ട് ചെയ്യാം എന്നതിൻ്റെ മികച്ച കാര്യങ്ങൾ, ഉദാഹരണങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കും. അതുതന്നെയാണ് കാരണം ബിസിനസ് വളർത്തണമെങ്കിൽ തീർച്ചയായും ഒരു മീഡിയയുടെ സഹായം, മാർക്കറ്റിംഗ് സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു സഹായം ആവശ്യമായി വരും. അത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, ബിസിനസ് വളർത്താൻ കഴിയും എന്നുള്ളതാണ് മൈഫിൻ TV ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലീഡിങ് ടു വെൽത്ത് എന്ന ഒരു തലക്കെട്ടോടെ മൈഫിൻ TV ഈ ഒരു സംരംഭം, മൈഫിൻ TV എന്ന ഒരു സ്ഥാപനം ആരംഭിച്ചത് തന്നെ. നമുക്ക് ജാസ്മിനിലേക്ക് പോകാം. ജാസ്മിൻ ജെയിംസ് ആണ് നമ്മുടെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് നോക്കുന്നത്. ജാസ്മിൻ, എങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഒരു ഇൻഡസ്ട്രി എക്സ്പോ നടക്കുമ്പോൾ മൈഫിന്റെ ഒരു പ്രസൻസ് നമ്മൾ എങ്ങനെയാണ് അറിയിക്കുന്നത്? മൈഫിൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിച്ചതിനേക്കാളും നമുക്ക് വോക്കിൻസ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ എക്സ്പോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെറുകിട സംരംഭകരാണ് കൂടുതലും വരുന്നത്. അവരുടെ പുതിയ പുതിയ ഇനീഷ്യേറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നമ്മൾ സ്റ്റോൾസ് വിസിറ്റ് ചെയ്തു. അത്യാവശ്യം നല്ല കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെയാണ്. പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് മെഷീനറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാതെയും ഉണ്ട്. പിന്നെ ഇവിടെ മൈഫിൻ എന്താണ് റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈഫിൻ എന്ന് പറയുന്നത് നമ്മൾ ലീഡിങ് ടു വെൽത്ത്, ഇന്ത്യാസ് ഫസ്റ്റ് ഫൈനാൻസ് ആൻഡ് ബിസിനസ് മീഡിയ ആണ്. അപ്പോൾ നമ്മളുടെ ചാനലിലൂടെ അവരുടെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് നമ്മൾ പ്രൊഫൈലിംഗ് ചെയ്ത് അല്ല അഡ്വർടൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതിനേക്കാൾ ഉപരി നമ്മളുടെ ചാനലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട്. എന്താണ് നമ്മളുടെ മീഡിയ, പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പേഴ്സണൽ ഫിനാൻസ്, ഇൻഷുറൻസ്, ബാങ്കിങ് ഒക്കെ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ യൂത്തുകൾ കൂടുതലും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്. എന്താണ് അവർക്ക് മലയാളത്തിലൊരു മീഡിയ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതെല്ലാം നല്ല വാം വെൽക്കമിങ് ആണ്. അതാണ് ഇന്നത്തെ മൈഫിൻ TV ഇവിടെ നമ്മുടെ ഒരു കണ്ടന്റ് സബ്ജക്ട് വൈസ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെയല്ലേ ഒരു ഓൺട്രപ്രണർക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ സംരംഭകൻ തൊട്ട് വലിയ സംരംഭകർ വരെ എങ്ങനെ നമുക്ക് ഈ വിഷയങ്ങൾ അവർക്ക് പഠിച്ചു മനസ്സിലാക്കാനുള്ള ഒരു അവസരം, അതുപോലുള്ള കണ്ടന്റുകളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ ജാസ്മിൻ, താങ്ക് യു. നമുക്ക് നോക്കാം, ഇന്ത്യസ് ഫസ്റ്റ് ഫിനാൻസ് ആൻഡ് ബിസിനസ് ഡിജിറ്റൽ TV ആണ് ഇത്. നേരത്തെ ജാസ്മിൻ സൂചിപ്പിച്ചത് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്, വിവിധ ഭാഷകളിൽ നമ്മൾ മലയാളത്തിൽ മാത്രമല്ല വിവിധ ഭാഷകളിൽ നമ്മൾ ഈ ഒരു സംപ്രേഷണം നടത്തുന്നു, ടെലികാസ്റ്റിംഗ് നടത്തുന്നു. നമ്മുടെ OTT പ്ലാറ്റ്ഫോം വഴി, മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഈ ഒരു കണ്ടന്റുകൾ നമ്മൾ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് കണ്ടന്റുകൾ നോക്കാം. ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്, പേഴ്സണൽ ഫിനാൻസ്, ബിസിനസ് ലൈഫ് സ്റ്റൈൽ പ്രോഗ്രാംസ് ആൻഡ് ബിസിനസ് ന്യൂസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നമുക്ക് ഒരു തത്സമയ ലൈവ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ലൈവുകളുണ്ട്, ബിസിനസ് ന്യൂസ് ലൈവുകളുണ്ട്. അങ്ങനെ 5 മണിക്കൂറോളം ഒരു ദിവസം ലൈവ് കണ്ടന്റുകൾ നമ്മൾ പ്രേക്ഷകർക്ക് നൽകുന്നു എന്നുണ്ട്. അതുപോലെ 40-ലധികം ഷോസ് ഉണ്ട്. നമുക്ക് ഒരു കാരിക്കേച്ചർ മോഡലുള്ള ചിത്രങ്ങൾ കാണാം. പോളിസി മേക്കേഴ്സ് ഡിസൈഡ്, വി ട്രാൻസ്ലേറ്റ്. പോളിസി എടുക്കുന്നവർ അത് എടുക്കുന്നു, തീരുമാനിക്കുന്നു, അതെന്താണ് എന്ന് കൃത്യമായി ജനങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. നോക്കാം, നമ്മളുടെ ആപ്പ് സ്റ്റോറിലും അതുപോലെ ഗൂഗിൾ പ്ലേയിലും സ്മാർട്ട് TVയിലും നമ്മളെ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് തീർച്ചയായും നിങ്ങളുടെ സ്മാർട്ട് TVയിൽ സാധാരണ ഒരു ടെലിവിഷൻ മോണിറ്ററിൽ എങ്ങനെ ഒരു ചാനൽ കാണുന്നു എന്ന രീതിയിൽ തന്നെ കാണാം. ഒപ്പം ആൻഡ്രോയിഡിലും iOSലും നമുക്കിത് ലഭ്യമാണ്. നമുക്ക് അരുണുണ്ട് ഇവിടെ. അരുണാണ് നമ്മുടെ സെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അരുൺ, തീർച്ചയായും ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചൊരു ബിസിനസ് സംരംഭം നടത്തിയാൽ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സൈഡ് വലുതാണ് അല്ലേ? തീർച്ചയായും അത് മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തില്ല, നമ്മുടെ ഒരു ടാർഗറ്റഡ് ഗ്രൂപ്പിലേക്ക് എത്തില്ല. അപ്പോൾ മൈഫിൻ TV എന്താണ്, എങ്ങനെയാണ് ഈ ഒരു ഓൺട്രപ്രണറെയും ഒരു എന്താ പറയുക കസ്റ്റമറെയും കണക്ട് ചെയ്യാൻ ഒരു ലിങ്കായി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? നിലവിൽ നമുക്ക് മൈഫിൻ B2B ക്ലയൻസിന് ശരിക്കും ഒരു പ്ലാറ്റ്ഫോമാണ്. അവരുടെ പ്രൊഡക്റ്റ് ഷോക്കേസ് ചെയ്യാനും ബ്രാൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ് നിലവിൽ. അതിപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടെക്നോളജി പ്രൊവൈഡർ ആയിക്കോട്ടെ, സർവീസസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ,
അവർക്ക് ഏത് രീതിയിൽ അവർക്ക് ആഡ് ചെയ്യാൻ പറ്റും, നമുക്ക് കസ്റ്റമൈസ്ഡ് ആഡ് ചെയ്യാം, ഏത് രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ദിവസം തന്നെ നമുക്ക് നിലവിൽ ഒരു 5ഓളം എൻക്വയറീസ് ഓടി വന്നിട്ടുണ്ട്. അതിൽ സ്റ്റാർട്ടപ്പ് ഉണ്ട്, മാനുഫാക്ചറിങ് കമ്പനീസ് ഉണ്ട്, എൻക്വയറീസ് ഉണ്ട്, നമ്മൾ ഡാറ്റാസ് കളക്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിലും അവർക്ക് അവരുടെ ബ്രാൻഡിനെ ഷോക്കേസ് ചെയ്യാനുള്ള ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആയിരിക്കും. അതായത് നമുക്ക് പ്രോഗ്രാംസ് ഉണ്ട്, അല്ലെങ്കിൽ ലൈവ് ഷോസ് ഉണ്ട്, നമുക്ക് ഗസ്റ്റ് അപ്പിയറൻസ് നൽകാൻ കഴിയും, അല്ലേ? ഒരു മറ്റു തരത്തിലുള്ള കണ്ടന്റുകൾ നമുക്ക് നൽകാൻ കഴിയും. അത്തരത്തിൽ നമ്മളൊരു സർവീസ് അവർക്ക് നൽകുന്നുണ്ട്, അല്ലേ? അത്തരത്തിലും വളരെ ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളുടേത്, അല്ലേ? അത്തരത്തിലല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ അരുൺ, താങ്ക് യു വെരി മച്ച്. നമുക്ക് നോക്കാം, ഈ ഒരു ടെലിവിഷൻ സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് നമുക്ക് ഉള്ളത്. ഈ ഒരു 40-ൽ-അധികം പ്രോഗ്രാംസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ എന്തൊക്കെ പോകുന്നു, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ബൈ കണ്ടന്റ് വൈസ് പ്രോഗ്രാംസുകൾ ഉണ്ട് എന്നതിൻ്റെ ഒരു പ്രൊമോ ഡിസ്പ്ലേ ആണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. നമുക്കൊരു ഈ ഒരു സ്റ്റാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സക്സസ് തന്നെയാണ് നമ്മൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു സാമ്പത്തിക ഫ്യൂച്ചർ, ഒരു ഭാവി നിങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ പ്രത്യേകമായി എടുത്ത് പറയുന്ന കാര്യം, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നതാണ്. ഡൗൺലോഡ് ദ ആപ്പ്. നമുക്ക് സ്കാനറൊക്കെ ഉണ്ട്. അപ്പം മൈഫിൻ TV ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചേഴ്സിലേക്ക് എത്താൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഈ കണ്ടന്റ്സ് എല്ലാം ഫ്രീ ആയി കാണാൻ കഴിയും എന്നുള്ളത് മാത്രമല്ല, പ്രീമിയം കണ്ടന്റ്സും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ വളരെ ഒരു ഓൺട്രപ്രനറെ സംബന്ധിച്ച് എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ട്രേഡർ എങ്ങനെ ഒരു ട്രേഡിംഗ് ആരംഭിക്കണം എന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ മുന്നോട്ടുള്ള ഗതിവിഗതികളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഈ ഒരു മൈഫിൻ TV എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം. എന്തായാലും നമ്മുടെ സ്റ്റോൾ നമുക്ക് കാണാം. നമ്മളിവിടെ ഒരു സ്റ്റോൾ കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ഇൻഡസ്ട്രി എക്സ്പോയിൽ, ഈ എക്സ്പോയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇന്റർനാഷണൽ എക്സ്പോയാണ്, ഇന്റർനാഷണൽ ഇൻഡസ്ട്രി എക്സ്പോയാണ്. അതുകൊണ്ട് തന്നെ മൈഫിൻ TVയുടെ സാന്നിധ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. നിങ്ങൾ ഈ ഒരു എക്സ്പോ കാണാൻ വരുന്നവർ തീർച്ചയായും മൈഫിൻ TVയുടെ ഈ ഒരു സ്റ്റോൾ സന്ദർശിക്കുക. നിങ്ങൾക്ക് വിശദ വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധികൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, മൈഫിൻ TVക്ക് വേണ്ടി ഫിജി തോമസ്, കൊച്ചി.